My dear friends, today let's move to the conclusion of the story, The Price of Flowers. Last day, we found that Maggie has sent a letter, a postcard to Mr. Gupta, and he was going to read that letter. So let's see what was in that letter. Dear Mr. Gupta, my mother is very ill. I have not been able to go to work for a week. Amma അസുഖബാധിതയാണ്. I have not been able to go to work for a week. ഒരാഴ്ചയോളമായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. We shall be extremely grateful. We will be thankful to you. ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. എങ്ങനെയാണെങ്കിൽ if you take the trouble to come to see us. If you come to our house and see us, we will be thankful to you. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെ കണ്ടാൽ നന്നായിരുന്നു എന്ന് പറയുന്നു. അല്ലേ, ഒന്നുകൂടി പൊളൈറ്റായിട്ട് പറയുകയാണ് ഇഫ് യു ടേക്ക് ദ ട്രബിൾ എന്ന്. അതായത് അദ്ദേഹം ഒരു പക്ഷേ ബിസി ആയിരിക്കാം. ആ ബിസി ഷെഡ്യൂളിനിടയിലും ഞങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ മാഗി എഴുതിയ കത്ത് കൺക്ലൂഡ് ചെയ്യുന്നു. ഐ ഹാഡ് ടോൾഡ് ദ ഫാമിലി വിത്ത് ഹൂം ഐ ലീവ്ഡ് അബൌട്ട് മാഗി ആൻഡ് ഹെർ മദർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ടോൾഡ് ദ ഫാമിലി. ആരോട്? ദ ഫാമിലി വിത്ത് ഹൂം ഐ ലീവ്ഡ് അബൌട്ട്. ലീവ്ഡ് വിത്ത് ഒരു പേയിങ് ഗസ്റ്റായിട്ടായിരിക്കാം അവിടെ താമസിച്ചിട്ടുണ്ടാവുക ഗുപ്ത. അതുകൊണ്ട് താൻ താമസിക്കുന്ന വീട്ടിലെ ഗൃഹനായികയോട് മാഗിയെക്കുറിച്ചും അവളുടെ അമ്മയെക്കുറിച്ചുമെല്ലാം പറയുകയുണ്ടായിട്ടുണ്ട്. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദ ലെറ്റർ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ആ ലെറ്ററിനെ കുറിച്ച് അവരോട് പറയുകയും ചെയ്തു. മൈ ഹോസ്റ്റസ് സെറ്റ്. എൻ്റെ ആതിഥേയ. ദ പേഴ്സൺ വിത്ത് ഹൂം ഐ ആം ലിവിങ് സെഡ്. ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ആളുകളാണല്ലോ ഹോസ്റ്റ് എന്ന് പറയുന്നത്, ആതിഥേയ. അപ്പോൾ ആതിഥേയ പറയുകയാണ്, വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു. വെൻ യു ഗോ ടു സീ മാഗി ടേക്ക് സം മണി വിത്ത് യു. കുറച്ച് പൈസ കൂടി കൊണ്ടുപോകണം. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയോളമായിട്ട് അവൾ ജോലിക്കൊന്നും പോയിട്ടില്ല. തീർച്ചയായിട്ടും അവൾക്ക് പൈസയൊന്നും കിട്ടിയിട്ടുമില്ല. ഇറ്റ്സ് പ്രൊബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. ഇറ്റ്സ് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ഹാവിങ് മണി. അല്ലേ, ഹാർഡപ്പ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് എന്നാണ്. ഹാവിങ് നോ മണി, പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഹാർഡപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബിത്ത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഐ സെറ്റ് ഔട്ട്, ഐ സ്റ്റാർട്ടഡ് ടു ഗോ ടു ലാംബിത്ത്. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. മാഗി ഓപ്പൺഡ് ഇറ്റ്. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾ ഡൗൺ. അവളെ നോക്കിയ സമയത്ത് അവളുടെ മുഖത്ത് ഷി വാസ് മച്ച് പുൾ ഡൗൺ എന്നാണ്. പുൾഡ് ഡൗൺ ഒരു ഫ്രൈസൽ വെർബാണ്. മീനിങ് അൺഹെൽത്തി എന്നാണ്, ആരോഗ്യം ക്ഷയിച്ച അവസ്ഥ. ഹെർ ഐസ് വർ ഹോളോ ആൻഡ് റിങ്ഡ്. കണ്ണുകളൊക്കെ അങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ട്. റിങ്ഡ് എന്നും പറയുന്നു. റിങ് എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും ഒരു വളയം പോലെ, ഒരു റിങ് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. എവറിത്തിങ് ഇൻഡിക്കേറ്റ്സ് ഹെർ മിസറി. ഷീ മേ നോട്ട് ബി ഏബിൾ ടു സ്ലീപ്പ്. ഷീ മേ നോട്ട് ഹാവ് ഗോട്ട് പ്രോപ്പർ ന്യൂട്രീഷൻ. അല്ലെ, ആഹാരത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും കുറവ് അവളുടെ കണ്ണുകളിൽ പ്രത്യക്ഷമായിരുന്നു. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷീ എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. എന്നെ കണ്ടപ്പോൾ നന്ദി പറയുന്നു. ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. ഉപചാര വാക്കുകൾ. ഹൗ ഈസ് യുവർ മദർ മാഗി? ഐ ആസ്ക്ഡ്. എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. ദ ഡോക്ടർ സേയ്സ് ഇറ്റ്സ് അഗ്രിവേറ്റഡ് ബൈ ഹെർ ആങ്സൈറ്റി ഓർ ഫ്രാങ്ക്. ഉറങ്ങുകയാണ്, സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഡോക്ടർ പറഞ്ഞത് ദ ഇൽനെസ് ഈസ് അഗ്രിവേറ്റഡ്. അഗ്രിവേറ്റഡ് എന്ന് പറഞ്ഞാൽ മോർ സിവിയർ, വേഴ്സ്. അല്ലേ, അവരുടെ ആ പ്രശ്നം, അസുഖം രൂക്ഷമായത് എന്തുകൊണ്ടാണ്? ബൈ ഹെർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. മകനെക്കുറിച്ചുള്ള ഒരാകാംക്ഷ കൊണ്ട്, അല്ലെ, ആ ആകുലത കൊണ്ടാണ് അവരുടെ അസുഖം മൂർച്ഛിച്ചത്. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. ഷീ മെ നോട്ട് ലീവ്. അവൻ്റെ പക്കൽ നിന്ന് യാതൊരു ന്യൂസുമില്ല, അവനെക്കുറിച്ച് ഒരു ന്യൂസുമില്ല. ഒരുപക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മദർ വുഡ് നോട്ട് ലീവ്. ഐ ട്രൈഡ് ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. അല്ലേ, എങ്ങനെ? എൻ്റെ തൂവാല കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട്. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെഡ്. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, I have a request to make of you, Mr. Gupta. So I have a request to you. What's it, Maggie? I asked. Come into the sitting room and I will tell you, she answered. സിറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയുന്നു, തൻ്റെ റിക്വസ്റ്റ് എന്നിട്ട് പറയാമെന്നും. We tiptoed carefully into the sitting room. ടിപ്റ്റോ ചെയ്തു പോവാണ്, കാലിൻ്റെ പെരുവിരലിൽ ഊന്നിക്കൊണ്ട് പോകുന്നതിനെയാണ്, ശബ്ദമുണ്ടാക്കാതെ കള്ളന്മാർ പോണ പോലെ. അങ്ങനെ കെയർഫുള്ളി ഇൻ ടു ദ സിറ്റിംഗ് റൂം.
എന്തിനാണ് അങ്ങനെ പോയത്? ലെസ്റ്റ്. അങ്ങനെ അല്ലെങ്കിൽ ദ സൗണ്ട് ഓഫ് ഫുഡ് സ്റ്റെപ്സ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് വുമൻ. ഒരു പക്ഷേ അമ്മ ഉണർന്നേക്കും അല്ലേ, ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്സ് ഒരു ശല്യം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ടിപ്റ്റോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഐ ടേൺഡ് വെൻ ഐ റീച്ച് ദ സെൻറ്റർ ഓഫ് ദ റൂം. റൂമിൻ്റെ നടുവിലെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു. ആൻഡ് റിമൈൻ സ്റ്റാൻഡിങ് ദർ. അവിടെ തന്നെ നിന്നു. വാട്ട്സ് ഇറ്റ് മാഗി? എന്താണ് കാര്യം മാഗി? ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബിസീച്ചിങ് ഐസ്. മാഗി എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എങ്ങനെ? വിത്ത് ബിസീച്ചിങ് ഐസ്, റിക്വസ്റ്റിംഗ് ഐസ്, പ്ലീഡിങ് ഐസ് അല്ലേ, എന്തോ അപേക്ഷാഭാവത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി. I waited. Then covered her face with her hands and wept silently. മുഖം സ്വന്തം കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ച് അവൾ കരഞ്ഞു. വെപ്റ്റ്, വീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ്. അവൾ സൈലൻ്റായി കരയാൻ തുടങ്ങി. I was in a fix. Fix means quandary എന്ന് പറയും, dilemma. I was in a confusion. What could I say to console this child? ഈ കുട്ടിയെ എങ്ങനെ സമാധാനിപ്പിക്കും, കൺസോൾ ചെയ്യും? Her brother was fighting on the frontier. അല്ലേ, ബോർഡറിൽ ആ കുട്ടിയുടെ ബ്രദർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് അലൈവ് ഓർ ഡെഡ്. അവൻ ജീവിച്ചോ മരിച്ചോ എന്ന് ദൈവത്തിനെ അറിയൂ. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷി ഹാഡ് ഓൺ എർത്ത്. അവൾക്ക് ഈ ഭൂമിയിലുള്ളത് അവളുടെ അമ്മ മാത്രമാണ്. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ, അവൾക്ക് അവരെ നഷ്ടപ്പെട്ടാൽ വാട്ട് വുഡ് ഹാപ്പൻ? എന്ത് സംഭവിക്കും? Where in London could this girl on the threshold of adolescence go? If Maggie lost her mother, where would this teenage girl go? Adolescence-ലാണ്, threshold of adolescence. കൗമാരത്തിൻ്റെ വാതിൽപ്പടിയിൽ എത്തി നിൽക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഒരു മുതിർന്ന കുട്ടി എവിടേക്ക് പോകും തനിച്ച്? I pulled her hands away from her face. അവളുടെ മുഖത്ത് നിന്ന് ഞാൻ അവളുടെ കൈകൾ മാറ്റി. Maggie, tell me what you wish me to do. Please tell me. What can I do for you? എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയൂ. If there is anything I can do to help you, I shall not hesitate. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, if there is anything I can do to help you, I shall not hesitate. I will do that. അല്ലേ, ഞാൻ ഒരിക്കലും മടി കാണിക്കുകയില്ല. ഹെസിറ്റേറ്റ് ചെയ്യുന്ന മടിക്കുക എന്നാണ്. Mr. Gupta, the girl said, I do not know what you will think of the request I am going to make. എനിക്കറിയില്ല ഞാൻ പറയാൻ പോകുന്ന റിക്വസ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്ന്. Please forgive me if it's very, very wrong. If you feel my request is a wrong one, please forgive me. എൻ്റെ റിക്വസ്റ്റ് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. അപ്പോൾ നമ്മുടെ നരേറ്റർ ചോദിക്കുന്നു, വാട്ട്സ് ഇറ്റ്? വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? ടെൽ മീ വാട്ട്സ് ദ പ്രോബ്ലം. അപ്പോൾ മാഗി പറയാണ്, ഓൾ ഡേ യെസ്റ്റർഡേ മീൻസ് the whole day, അല്ലേ, ഇന്നലെ മുഴുവൻ. മദർ കെപ്റ്റ് സേയിങ് ദാറ്റ്. മദർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ. കീപ്പ് സേയിങ്. കീപ്പിന് ശേഷം വെർബ് പ്ലസ് ING ഫോമാണ് വരിക. ഒരു കണ്ടിന്യൂവേഷൻ സെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഒരു തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കീപ്പ് ING എന്നുള്ള ഫോം ഉപയോഗിക്കുന്നത്. മദർ കെപ്റ്റ് സേയിങ്. മദർ ഇന്നലെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ദാറ്റ് if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. ഗുപ്ത വന്ന് ആ മോതിരത്തിലേക്ക്, ക്രിസ്റ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാകും. He might learn means he might understand something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. ഗുപ്ത ഹിന്ദുവാണ്. അയാൾ വന്നിരുന്നെങ്കിൽ. ഇഫ് ഓൺലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ്, ഒരു വിഷിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ചെറിയ ബോക്സിൽ എഴുതിയിട്ടുണ്ട്, we use if only to express a strong wish that things could be different. സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് വിഷ് അതിനെ സൂചിപ്പിക്കാൻ ഇഫ് ഓൺലി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടു ടോക്ക് അബൌട്ട് എ വിഷ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിൽ ഇന്നതാകണം അല്ലെങ്കിൽ ഇന്നതായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊരു വിഷിനെ സൂചിപ്പിക്കാൻ. അല്ലെങ്കിൽ ടു ഷോ എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹൗ തിങ്സ് ആർ ആൻഡ് ഹൗ വി വുഡ് ലൈക്ക് ദം ടു ബി. രണ്ട് കാര്യങ്ങളെ തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എങ്ങനെ ആയിരിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചത്, ഈ രണ്ട് കാര്യങ്ങളെയൊക്കെ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇഫ് ഓൺലി എന്ന് പറയുന്നത് അല്ലേ. ഇഫ് ഓൺലി ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇഫ് ഓൺലി ഉണ്ടാവും, നെക്സ്റ്റ് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് വിതൗട്ട് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. നമുക്ക് കാണാം അവിടെ രണ്ട് എക്സാമ്പിൾ. ഇഫ് ഓൺലി സം വൺ വുഡ് ബൈ ദ എസ്റ്റേറ്റ്.
ആരെങ്കിലും ഈ എസ്റ്റേറ്റ് ഒന്ന് വാങ്ങിയിരുന്നെങ്കിൽ, നമ്മുടെ ഒരു വിഷാണത്. ഇഫ് ഓൺലി ഷീ വുഡ് ടോക്ക് ടു ഹർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിച്ചെങ്കിൽ, അല്ലേ? അപ്പോൾ അതാണ് ഇഫ് ഓൺലി ഹി വുഡ് കം, അയാളൊന്ന് വന്നിരുന്നെങ്കിൽ. ദാറ്റ്സ് വൈ ഐ റോട്ട് ടു യു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കത്തെഴുതിയത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ, ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ഞാൻ അക്കാര്യം ഒരിക്കൽ കൂടി ചെയ്യണമെങ്കിൽ, മീൻസ് ക്രിസ്റ്റൽ ഗേസിങ്, യു ജസ്റ്റ് ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ്. നീ ആ മോതിരം ഒരിക്കൽ കൂടി കൊണ്ടുവരൂ. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ബട്ട് ഇഫ് യു ഡോണ്ട് സേ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം, ഇപ്രാവശ്യവും നിങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്. മാഗി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് സൈലൻറ്റ്. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഹിന്ദുസ് എന്ന് പറയുന്നത് സത്യവിശ്വാസികളാണെന്ന്, സത്യത്തെ സ്നേഹിക്കുന്നവരാണെന്ന്. If you could bring yourself to tell mother only once after looking into the crystal that Frankie is all right, that he is alive, will it be too much of a lie? വല്ലാത്തൊരു ചോദ്യമാണല്ലേ. If you could bring yourself to tell, that is, if you are ready to tell the mother only once, if you prepare your mind to tell my mother only once, ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയോട് ഇങ്ങനെ പറയാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയാണെങ്കിൽ, ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ, ആ മോതിരത്തിലേക്ക്, ക്രിസ്റ്റലിലേക്ക് നോക്കിക്കൊണ്ട്, ദാറ്റ് ഫ്രാങ്കി ഈസ് ഓൾ റൈറ്റ്, ഫ്രാങ്കിന് കുഴപ്പമില്ല, ദാറ്റ് ഹീ ഈസ് എ ലൈഫ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ? അത് വളരെ അങ്ങ് കള്ളമായി പോകുമോ? അല്ലേ, ഒരു സഹോദരി ചോദിക്കുന്ന ചോദ്യം. വിൽ ഇറ്റ് ബി വെരി വെരി റോങ്? വളരെ തെറ്റായിരിക്കുമോ നിങ്ങളങ്ങനെ പറഞ്ഞാൽ? ആസ് ഷി സ്പോക്ക്, ടീയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹെർ ഐസ്. അവളിത് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയായിരുന്നു. ഐ തോട്ട് ഇറ്റ് ഓവർ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഐ എം നോട്ട് വെരി വിർച്വസ്. ഞാൻ അത്ര നന്മയുള്ള ആളൊന്നുമല്ല. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. അങ്ങനെ ഞാൻ ഈ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. ഞാൻ ചെയ്ത ദുഷ്ചെയ്തികളിൽ, ഒഫൻസസിൽ ഏറ്റവും ചെറുതായിരിക്കും ഇത് എന്നെനിക്ക് തോന്നി. Please Maggie, don't cry. Where's the ring? Let me take a good look at this time. Take a good look means examine carefully. ഞാൻ ഇപ്രാവശ്യം വളരെ ശ്രദ്ധയൂന്നിക്കൊണ്ട് ഒരിക്കൽ കൂടി നോക്കാം. If I do not see anything, ഞാനൊന്നും കണ്ടില്ലെങ്കിൽ, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, I shall do as you suggest. നീ പറയുന്നത് പോലെ ചെയ്യാം. God will forgive me if it's wrong. തീർച്ചയായിട്ടും ദൈവം എന്നോട് പൊറുക്കും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. Maggie brought me the ring. I took it and said, "See if your mother is awake." See here, look. എൻ്റെ അമ്മ ഉണർന്നോ എന്ന് നോക്കൂ. ഇപ്പോൾ മാഗി ആ റിങ് കൊണ്ടുവന്നിരിക്കുന്നു. ഞാനത് എടുക്കുന്നു. എന്നിട്ട് ഞാൻ മാഗിയോട് പറഞ്ഞു, നിൻ്റെ അമ്മ ഉണർന്നോ എന്ന് നോക്കൂ. 15 minutes passed before Maggie came back. മാഗി തിരിച്ചു വരുന്നതിന് മുമ്പ് 15 മിനിറ്റ് കടന്നുപോയിരുന്നു. She came back after 15 minutes. Mother is awake, she said. I have told her you are here. അമ്മ ഉണർന്നിരിക്കുന്നു, നിങ്ങൾ എവിടെയുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മേ ഐ സീ ഹർ നൗ? എനിക്ക് അവരെ ഇപ്പോൾ കാണാൻ സാധിക്കുമോ? പ്ലീസ് കം. ഐ അപ്രോച്ച് ദ മദേഴ്സ് ബിസൈഡ്. ഞാൻ അമ്മയുടെ അരികിലേക്ക് നടന്നു. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ് ഐ സെറ്റ്. അവരോട്, അമ്മയോട് ഗുഡ് മോർണിംഗ് പറയുന്നു. എന്നിട്ട്, മിസ്സിസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകന് കുഴപ്പമൊന്നുമില്ല, ജീവിച്ചിരിപ്പുണ്ട്, ഹീ ഈസ് വെൽ എന്ന് പറഞ്ഞു. ദ ഓൾഡ് വുമൻ റൈസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. ആ വയസ്സായ സ്ത്രീ അവരുടെ തലയിണയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉയർത്തി. റൈസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്നൊക്കെയാണ്. എക്സാമ്പിളിന്, ദ മദർ ടുക്ക് ദ ടീ പോട്ട് ഓഫ് ദ സ്റ്റൗവ് പറയാറുണ്ട്. ചായപാത്രം സ്റ്റൗവിൽ നിന്ന് എടുത്തു എന്നുള്ളതിന് ഓഫ് ദ സ്റ്റൗവ്. ഇവിടെ ഓഫ് ദ പില്ലോ. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ഷി ആസ്ഡ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളത് ആ ക്രിസ്റ്റലിൽ കണ്ടോ? അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവന് സുഖമാണ് എന്ന്. യെസ് മിസ്സിസ് ക്ലിഫോർഡ്, ഐ ആൻസർ വിതൗട്ട് എനി ഹെസിറ്റേഷൻ. യാതൊരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. ഐ ഹാവ് സീൻ ഇറ്റ്. ഹെർ ഹെഡ് ഡ്രോപ്പ് ബാക്ക്. അവർ അവരുടെ തല പിന്നോട്ട് കൊണ്ടുപോയി, അതായത് തലയിണയിൽ റെസ്റ്റ് ചെയ്തു. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ, സന്തോഷാശ്രു അവരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുകയാണ്. വെൽഡ് എന്നാണ് പറയുന്നത്. ഷീ വിസ്പേർഡ് ഫെയിൻലി. ഫെയിൻലി മീൻസ് ലാക്കിംഗ് സ്ട്രെങ്ത്. വളരെ വീക്കായിട്ട് അവരിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ്. മിസ്സിസ് ക്ലിഫോർഡിന് തൻ്റെ അസുഖമൊക്കെ ഭേദമായി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി.
എനിക്ക് എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു. I wish to go to Labed to say goodbye to Maggie and her mother. പോകുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും മാഗിയെയും അമ്മയെയും കണ്ട് യാത്ര പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ ആ കുടുംബം വളരെ സങ്കടാവസ്ഥയിലായിരുന്നു. ഇൻ മോർണിംഗ് മീൻസ് ദേ ആർ ലമെൻറ്റിംഗ് ഓൺ ദ ഡെത്ത് ഓഫ് സം വൺ. ആരുടെയോ ഒരാളുടെ മരണത്തിൽ അങ്ങനെ ദുഃഖിച്ച് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റ് ഓൺ ദ ഫ്രണ്ടിയർ. സംഭവം ഇതാണ്, ഫ്രാങ്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എ മന്ത് അഗോ മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു മാസം മുമ്പ് മാഗി എനിക്ക് ഒരു ബ്ലാക്ക് ബോർഡറിലുള്ള ഒരു പോസ്റ്റൽ കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നു. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ I calculated from the date and found that എനിക്ക് മനസ്സിലായി ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ്. ഫ്രാങ്ക് മരിച്ചിരിക്കുന്നത് സം ഡേയ്സ് ഈ ദിവസങ്ങളിലാണ്. ഏത് ദിവസങ്ങളിൽ? വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. ഞാൻ മാഗിയുടെ അമ്മയോട് ഫ്രാങ്കിന് കുഴപ്പമില്ല, അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സമയത്താണ് ഫ്രാങ്ക് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഐ ഫെൽറ്റ് അഷൈംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. ആ അമ്മയെ മിസ്സിസ് ക്ലിഫോർഡിനെ ഒന്ന് ഫേസ് ചെയ്യാൻ എനിക്ക് വളരെ ലജ്ജ തോന്നി. ഐ റോട്ട് എ ലെറ്റർ ടു ദം. അങ്ങനെ അവിടെ പോകാനുള്ള മടി കാരണം ഞാൻ അവർക്കൊരു കത്തയച്ചു. അനൗൺസിങ് മൈ ഡീപാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. എൻ്റെ ഇവിടെ നിന്നുള്ള യാത്രയെ അറിയിച്ചുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കൊരു കത്തയച്ചു. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോണ്ട്. എൻ്റെ ലണ്ടനിലെ അവസാന പ്രഭാതം ഉദിച്ചിരിക്കുന്നു. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. രാത്രിക്ക് മുമ്പ് പോകണം. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. ഞാൻ ആ ഫാമിലിയിലെ, ഞാൻ താമസിക്കുന്ന ആ വീട്ടിലെ ആളുകളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നൊരു മുട്ടൽ കേട്ടു വാതിൽക്കൽ. A minute or two later, 1-2 മിനിറ്റുകൾക്ക് ശേഷം ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്. അവിടുത്തെ പരിചാരക വന്ന് അനൗൺസ് ചെയ്തു, പ്ലീസ് മിസ്റ്റർ ഗുപ്ത. അവരറിയിച്ചത് എന്താണ്? ഗുപ്തയോടാണ് പറയുന്നത്, മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മുഴുമിപ്പിച്ചില്ല. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മാഗി എന്നെ കാണാൻ വന്നിരിക്കുന്നു, ഗുഡ് ബൈ പറയാൻ. ലെസ്റ്റ് ഷി ബി ലേറ്റ് ഫോർ ദ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, I took the permission of my hostess and got up from the table. Here less means in order to prevent something from happening. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നത് തടയുക. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി, എന്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്? ലെസ് ഷീ ബി ലേറ്റ്, അവൾ വൈകാതിരിക്കാൻ, ഫോർ ഓഫീസ് അല്ലേ, ബിക്കോസ് ഓഫ് മീ, ഞാൻ കാരണം അവൾ ഓഫീസിലേക്ക് എത്തുന്നത് വൈകാതിരിക്കാൻ. ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ്. ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഹോസ്റ്റസിനോട് പെർമിഷൻ ചോദിക്കുന്നു. ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. ആ ടേബിളിൽ നിന്ന് എണീക്കുന്നു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹോൾ. അവിടെ ഹാളിൽ മാഗി നിൽക്കുന്നുണ്ട്. ഷി വാസ് വെയറിങ് ബ്ലാക്ക്. ബ്ലാക്ക് ഈസ് ദ സിമ്പിൾ ഓഫ് മോർണിംഗ് ഓർ സോറോ അല്ലേ. ആ ഒരു വിഷാദ വസ്ത്രം ധരിച്ചുകൊണ്ട്, ബ്ലാക്ക് കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണ്. ഐ ടുക്ക് ഹെർ ഇൻ ടു അജോയിനിങ് ലൈബ്രറി. ഞാൻ അവളെ തൊട്ടടുത്തുള്ള ലൈബ്രറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അജോയിനിങ് മീൻസ് അഡ്ജസൻറ്റ്, ജോയിനിങ് ടു അല്ലേ, തൊട്ടടുത്തുള്ള. ഈ റൂമിനോട് അടുത്ത് കിടക്കുന്ന ലൈബ്രറിയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ. അവിടെ ഇരുത്തുന്നു. ആർ യു ലിവിങ് ടുഡേ ഷി ആസ്ക്ഡ്. നിങ്ങളിന്ന് പോകുന്നുണ്ടോ? യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡീപാർച്ചർ. ഇന്നാണ് ഞാൻ പോകുന്ന ദിവസം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി? അവിടേക്ക് എത്താൻ എത്ര സമയമെടുക്കും? എ ലിറ്റിൽ മോർ ദാൻ 2 weeks. 2 ആഴ്ചയിലധികം. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്? നിങ്ങൾ ആ രാജ്യത്ത് ഏത് ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്? ഐ ഹാവ് എൻറ്റഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. ഐ ഷോൾ നോട്ട് നോ എക്സാക്ട്ലി വെയർ ഐ ആം പോസ്റ്റഡ് അണ്ടിൽ ഐ അറൈവ് ദ. അങ്ങനെ എനിക്ക് പഞ്ചാബ് സിവിൽ സർവീസിലേക്ക് എൻട്രി കിട്ടിയിരിക്കുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവിടെ എത്തുന്നത് വരെ എനിക്ക് പറയാൻ പറ്റില്ല എവിടെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന്. മാഗിയുടെ അടുത്ത ചോദ്യം, ഈസ് ദ ഫ്രണ്ടിയർ വെരി ഫാർ ഫ്രം ദ? അവിടെ നിന്ന് വളരെ അകലെയായിരിക്കുമോ? നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലത്ത് നിന്ന് വളരെ അകലെയായിരിക്കുമോ ഫ്രണ്ടിയർ എന്ന പ്രദേശം? നമുക്കറിയാം ഫ്രാങ്ക് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിൽ യുദ്ധം ചെയ്യുന്ന റെജിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അല്ലേ. അതുകൊണ്ട് അവിടെ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് മാഗി ചോദിക്കുന്നത്, ഈ ഫ്രണ്ടിയർ താങ്കൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലെയായിരിക്കുമോ എന്ന്. നോ, നോട്ട് വെരി. അത്ര ദൂരത്തൊന്നും ആവില്ല. ഫ്രാങ്ക് ഈസ് ബെറീഡ് അറ്റ് ഫോർട്ട് മൺറോ നിയർ ഡെറാഗാസി ഖാൻ. ഫ്രാങ്കിനെ മറവ് ചെയ്തിരിക്കുന്നത് ഫോർട്ട് മൺറോയിലാണ്. ഡെറാഗാസി ഖാൻ എന്ന ടൗണിൻ്റെ അടുത്തുള്ള ഫോർട്ട് മൺറോ എന്നുള്ള പ്രദേശത്ത്.
ഫോർട്ട് മുൻറോ എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷനാണ്. ഡെറാഗാസി ഖാൻ എന്ന് പറയുന്ന സദേൺ പഞ്ചാബിലെ ഒരു ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ അധീനതയിലാണുള്ളത്. ഫ്രാങ്കിനെ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫോർട്ട് മുൻറോയിലാണെന്നാണ് പറയുന്നത്. ദ ഗേൾസ് ഐസ് വെർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞു വന്നു. When I go to that part of the country, I shall visit your brother's grave and write to you. ഞാൻ ആ രാജ്യത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ ബ്രദറിൻ്റെ ശവകുടീരം സന്ദർശിക്കും, നിനക്ക് എഴുതാം എന്ന് നരേറ്റർ പറഞ്ഞു. It won't be troublesome for you or inconvenient, മാഗി asked. നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാകില്ലല്ലോ അല്ലേ, ഇൻകൺവീനിയൻസ് ഉണ്ടാവില്ലല്ലോ അല്ലേ, മാഗി ചോദിക്കുകയാണ്. Why should it be? Deraghasi Khan is not very far from where I shall be. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നിടത്ത് നിന്ന് വളരെ ദൂരെയൊന്നും ആയിരിക്കില്ല ഡെറാഗാസി ഖാൻ. പിന്നെ എന്താണ് പ്രശ്നം? ഇറ്റ് വിൽ സെർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാൻ നിനക്ക് എഴുതാം, നിന്നോട് കാര്യങ്ങളെല്ലാം പറയാം. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ മുഖം നന്ദി കൊണ്ട് പ്രകാശിക്കുകയാണ്. ആസ് ഷീ താങ്ക് മീ ഹർ വോയിസ് ചോക്ഡ്. എനിക്ക് നന്ദി പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറി. ചോക്ക് മീൻസ് ടു ബി അണേബിൾ ടു ബ്രീത്ത് ഫ്രീലി അല്ലേ, ശ്വാസത്തിനൊരു ബ്ലോക്ക് ഉണ്ടാവുക. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് എ പോക്കറ്റ്. പോക്കറ്റിൽ നിന്നൊരു ഷില്ലിംഗ് എടുക്കുന്നു, ഒരു നാണയത്തുട്ട്, ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ. അവിടെ ടേബിളിൽ വയ്ക്കുന്നു, ഇൻ ഫ്രണ്ട് ഓഫ് മീ, സേയിങ്. എന്തിനാണ് ആ നാണയത്തുട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്? പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ്. ഈ ഷില്ലിംഗ് കൊണ്ട്, ഈ നാണയം കൊണ്ട് നിങ്ങൾ കുറച്ച് പുഷ്പങ്ങൾ വാങ്ങുക നിങ്ങളങ്ങോട്ട് പോകുന്ന സമയത്ത് അല്ലേ, വെൻ യു ഗോ ദർ, ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. എനിക്ക് വേണ്ടി എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? ഈ പുഷ്പങ്ങൾ അർപ്പിക്കുക. ഇൻ മൈ ഇമോഷൻ ഐ ലോവർഡ് മൈ ഐസ്. എൻ്റെ വികാരാധിക്യത്താൽ ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി. ദ ചൈൽഡ് ഹാഡ് ഏൺ ദിസ് ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടി ഈ ഷില്ലിംഗ് സമ്പാദിച്ചിട്ടുണ്ടാവുക. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ. എനിക്ക് തോന്നി ആ നാണയം തിരിച്ചു കൊടുത്താലോ എന്ന്. എന്ത് പറഞ്ഞുകൊണ്ട്? എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. എനിക്ക് അവളോട് പറയണമെന്ന് തോന്നി, നമ്മുടെ രാജ്യത്ത് ഫ്ലവേഴ്സ് ഇഷ്ടംപോലെ കിട്ടും അല്ലേ. ഇറ്റ് ഗ്രോ ഇൻ പ്രൊഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇൻ അബണ്ടൻസ്, ധാരാളമായിട്ട് പൂക്കൾ വളരുന്ന സ്ഥലമാണ്. ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്, അത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷേ ഞാനൊരു പുനരാലോചന നടത്തി, റീകൺസിഡർ ചെയ്തു. വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദ ജോയ് ദിസ് സാക്രിഫൈസ് വുഡ് ഗിവ് ഹെർ? ദാറ്റ് ഈസ് വൈ ഷുഡ് ഐ ഡിനൈ ഹെർ ഓഫ് ദ ജോയ്. അവൾക്കുണ്ടാകുന്ന സന്തോഷം ഞാൻ എന്തിന് ഇല്ലാതാക്കണം? എന്തിൽ നിന്നുള്ള സന്തോഷം? ഡിപ്രൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിനൈ എന്നാണ്, ഇല്ലാതാക്കുക. എന്തിൽ നിന്ന് സന്തോഷമാണ്? ദി സാക്രിഫൈസ് വുഡ് ഗിവ് ഹെർ. ഈ ഒരു ത്യാഗം, ഈ ഒരു ഷില്ലിങ് ത്യാഗം ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ആ സന്തോഷം എന്തിന് ഞാനായിട്ട് ഇല്ലാതാക്കണം? സ്വന്തം ബ്രദറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം ഒരുപക്ഷെ അവൾക്കുണ്ടായേക്കാം. All that this shilling could have given her, she was foregoing for the love of her brother. All that this shilling could have given her. ഈ ഷില്ലിംഗ് അവൾക്ക് നൽകാമായിരുന്നതെല്ലാം, ഈ ഷില്ലിംഗ് കൊണ്ട് അവൾക്ക് നേടാമായിരുന്നത് അല്ലെങ്കിൽ വാങ്ങാമായിരുന്നത് എല്ലാം ഷി വാസ് ഫോർഗോയിങ്. ഫോർഗോ എന്ന് പറഞ്ഞാൽ വെർബായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അബാൻഡൺ എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട്. അതുകൂടാതെ ടു പ്രൊസീഡ്, അഗ്രഗാമി, മുൻപേ ചലിക്കുക അല്ലേ, മുന്നിൽ പോവുക എന്നുള്ളൊരർത്ഥം ഫോർഗോയിങ് എന്നുള്ളതിനുണ്ട്. അതുപോലെ തന്നെ അബാൻഡൺ അല്ലെങ്കിൽ റിലിങ്ക്വിഷ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇവിടെ ഷി വാസ് റെഫ്യൂസിങ്, അവളെല്ലാം ഒഴിവാക്കുകയായിരുന്നു. ഷി വാസ് ഗിവിങ് അപ്പ്, അതായത് അവൾക്ക് ആ തുക കൊണ്ട് നേടാൻ സാധിക്കുന്നതെല്ലാം അവൾ ത്യജിച്ചു. എന്തിനു വേണ്ടി? ഫോർ ദ ലവ് ഓഫ് ഹർ ബ്രദർ. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, നമ്മുടെ നരേറ്റർ ഗുപ്തയ്ക്ക്, ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ്, അത് നൽകുന്ന സന്തോഷം, അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്, എല്ലാ വിലകൾക്കും അതീതമാണ് എന്ന്. ദ ഗ്രീഫ് ഇൻ ഹെർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. ഒരുപക്ഷെ അവളുടെ ഹൃദയവേദന തെല്ലൊന്ന് ശമിച്ചിട്ടുണ്ടാക്കാം. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഹെർ ഓഫ് ഇറ്റ്? അവൾക്ക് ആ സന്തോഷം നിഷേധിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ് അല്ലേ? ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിംഗ്. അങ്ങനെ അതും വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഷില്ലിംഗ് എടുത്തു. മാഗി, ഐ സെഡ്, I shall use this shilling to buy flowers and put them on your brother's grave. He promised Maggie
that he would buy flowers to put them on Frank's grave. അങ്ങനെ അതുകൊണ്ട് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ വയ്ക്കാം എന്ന് ഉറപ്പ് നൽകി. മാഗി സ്റ്റുഡ് അപ്പ്. അവിടെ നിന്ന് മാഗി എണീക്കുകയാണ്. ഹൗ ക്യാൻ ഐ താങ്ക് യു? എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയേണ്ടത്? ഷീ സെറ്റ്, നൗ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഗുഡ് ബൈ. റിമെമ്പർ ടു റൈറ്റ്. എഴുതാൻ മറക്കരുതേ. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. ഞാൻ എണീറ്റു. അവളുടെ കൈകൾ എൻ്റെ കൈകളിലെടുത്തു. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു. ഐ സെറ്റ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ടു മൈ ലിപ്സ്. ഐ കിസ്ഡ് ഹെർ ഹാൻഡ്സ്. മാഗി ലെഫ്റ്റ്. അങ്ങനെ മാഗി അവിടെ നിന്ന് പോകുന്നു. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്പ് സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. ഞാൻ എൻ്റെ 1-2 തുള്ളി കണ്ണുനീർ തുടച്ചുകൊണ്ട് മുകളിലേക്ക് എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ പോയി. ഹോപ്പ് യു എൻജോയ്ഡ് ദി സ്റ്റോറി. വാസ് ഇറ്റ്? ഓക്കെ, ഇത് അഡാപ്റ്റഡ് ആണ്, സ്ലൈറ്റ്ലി ചേഞ്ച്ഡ് ആണല്ലേ, അബ്രിജ്ഡ് ഫോം ആയിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ ലൈല റേ. ഓക്കെ, we shall meet again with the exercises of this chapter. Until then, goodbye.